പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. മഹേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നിരന്തരം നമ്മൾ ജനങ്ങൾക്ക് വിടുന്ന വീഡിയോസ് കാണുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മറക്കാൻ വയ്യാത്ത ഒരനുഭവം വീണ്ടും ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കാരണം കൊറോണ കാലഘട്ടത്തിൽ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ, ഒരുപാട് മാസ്ക്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു ഒരുപാട് പ്രവർത്തനം ചെയ്തതാണ്. ആ സമയത്ത് നമ്മുടെ കടകമ്പോളങ്ങളിൽ എന്തെന്നറിയാതെ പെട്ടെന്ന് അടച്ചു പൂട്ടിയ ആ കടകമ്പോളങ്ങളിൽ കിടന്ന കുറേ മിണ്ടാപ്രാണികളുണ്ട്, അതായത് നായ്ക്കൾ. അവരെന്താണോ ഇത് സംഭവിച്ചതെന്ന് അവർക്ക് പോലും അറിയില്ല. ഭക്ഷണം, വെള്ളം ഒന്നും കിട്ടാണ്ട് വളരെ ദുരിത ജീവിതം കണ്ട് അവരുടെ ആ അവസ്ഥ കണ്ടിട്ട് ഞാൻ ആ കൊറോണ സമയത്ത്, ഇപ്പോൾ 6 വർഷമായി, 2019 തുടങ്ങിയ അത് ഇന്നേക്ക് 2025, 6 വർഷമായി. ഈ 6 വർഷം വരെയും നിത്യേന കാലത്തും വൈകിട്ടും ആ മിണ്ടാപ്രാണികൾക്ക്, നായ്കൾക്ക് ഭക്ഷണം ഞാൻ കൊണ്ടെത്തിക്കും. ഇന്ന് എന്തൊക്കെ ഭക്ഷണങ്ങൾ കടയിലും തെരുവിലും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും ആ കൊറോണ സമയത്ത് ഒരു വിശപ്പടക്കാൻ ഒരു നേരത്തെ ആഹാരം കൊടുത്ത ആ മിണ്ടാപ്രാണികൾ ഇന്നും എത്ര വയറ് നിറച്ചാലും എൻ്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസ് വീണ്ടും പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യുകയാണ്, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, പണിക്ക് പോയിട്ട് വൈകിട്ട് കാണാം. വൈകിട്ട് കാണാം കേട്ടാ പൊന്മനെ. പോട്ട് വിട്. വർഷങ്ങൾക്ക് മുമ്പുള്ള കൊറോണ സമയത്ത് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന്റെ പേരിൽ ആഹാരം കൊടുത്ത മനുഷ്യനെ ഇന്നും നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന കുറച്ചു നായ്ക്കളുടെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ നായ്ക്കളും ആ മനുഷ്യനും തമ്മിൽ വല്ലാത്ത ചങ്ങാത്തമാണ്, സ്നേഹമാണ്. എന്തിനേറെ പറയണം, അവർ പരസ്പരം സംസാരിക്കുക പോലും ചെയ്യും. എന്താണ് 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 പറ പൊന്നോ പൊന്മലെ. മഹേഷ് വടക്കാഞ്ചേരി എന്ന ജീവകാരുണ്യ പ്രവർത്തകനായ ഈ മനുഷ്യന്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടാൽ പോലും നായകൾ ഓടിയടുത്തെത്തും. പിന്നെ അദ്ദേഹത്തെ എങ്ങോട്ടും തിരിയാൻ വിടില്ല. പിന്നെ അവർ കുറെ നേരം സംസാരിക്കും, ആഹാരം കഴിക്കും. ആ സുന്ദര മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. നമസ്കാരം. എന്താ ഇവര് തമ്മിലുള്ള ബന്ധം? ഇത് കൊറോണ കാലത്ത് പരിചയപ്പെട്ട ബന്ധമാണ്. ഈ കടകളൊക്കെ അടഞ്ഞു കിടന്നു, ഇവർക്ക് ആഹാരമൊന്നുമില്ല, വേസ്റ്റുകളൊന്നും തിന്നാൻ പറ്റാണ്ടായ സമയത്ത് പിന്നെ ഞാൻ ബിസ്ക്കറ്റുകളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് പേരുണ്ട്. ഇച്ചിരി നേരം വെളുത്ത് കൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുക. വരും ഇവരെ കണ്ടില്ലേ, പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നവരാ. ഇതൊക്കെയാണ് സംഗതി. അന്ന് മുതൽ ഇന്ന് വരെയും ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഓരോരുത്തർ വരുന്നുണ്ട്. ബാ 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 ഓടിയ 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 വരും ഇങ്ങോട്ട് ബാ, ഇങ്ങോട്ട് ബാ ബാ. തല്ലുകൊണ്ട എന്തിനാ തല്ലുകൊടുന്ന? പെരുമലേ, എന്തിനാ തല്ലുകൊടുന്ന? എന്തിനാ തല്ലുകൊടുന്ന? ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും, എങ്ങോട്ടും പോവില്ല കേട്ടാ, എങ്ങോട്ടും പോവില്ല. ബാ 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 തല്ലുകൊണ്ട കേട്ടാ. എന്താണ്? ബാ ബാ വേടാ ബാ. മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ ഉള്ള ഒരു നന്ദി മാത്രമേ ഉള്ളൂ. നായ്ക്ക് ഒരു നേരം കൊടുത്താല് ആയുഷ്കാലം മൊത്തം നന്ദിയുള്ള നായി. കാരണം കൊറോണ സമയത്ത് ഒരുപാട് പേര് പട്ടിണി കിടന്ന സമയത്തൊക്കെ ഞങ്ങൾ ഒരുപാട് പൊതിച്ചോറുകളും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു. പക്ഷേ അതുപോലെ ഇവർക്കും ചെയ്തിട്ടുണ്ട്. പക്ഷെ നന്ദി നിലനിൽക്കുന്നത് ഇപ്പൊ നായി മാത്രം. അത് ശരി. ബാക്കി നന്ദിയൊക്കെ അപ്പൊ തന്നെ. അത് സത്യമാണ് കേട്ടോ. ഒരു നേരം കൊടുത്താൽ മതി, മറക്കില്ല. അവർ മറക്കില്ല. പല രാത്രികളിലും പല സമയങ്ങളിലും ഒക്കെ ഇവരുടെ സ്നേഹം ഓടിയെത്തുക, വണ്ടി പിടിച്ചു നിർത്തുക, അല്ലെങ്കിൽ എന്റെ കുപ്പായത്തിൽ പിടിച്ചു നിർത്തുക. അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്തേ പറ്റൂ. പണമൊന്നും അല്ലല്ലോ അവർ ചോദിക്കും. ആഹാരം ബിസ്ക്കറ്റ് കഴിച്ചത് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് വളരെ സന്തോഷത്തിലാണ്. ഇനി വൈകിട്ടാണ് എന്നെ കാണുന്നത്. വൈകിട്ട് കാണുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും അപ്പോൾ അന്നേരത്തെ അവസ്ഥ. അതുപോലെ പല സമയങ്ങളിലും രാത്രി ഞാൻ ജീവകാരുണ്യ പ്രവർത്തകനാണ്. പല മേഖലകളിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ രാത്രി 1 മണി, ചിലപ്പോൾ 12 മണി സമയങ്ങളിലൊക്കെ ആവും. അപ്പൊ അവർ വഴിയിൽ കാത്തു നിന്നിട്ട് ആ സമയത്ത് എന്നെ നേരെ എന്റെ കൂടെ വരും. ബറ്റാലിയൻ ടീമാണ്. ഇവരെല്ലാവരുടെ വന്ന് എന്റെ വീട്ടിനകത്ത് ആക്കിയിട്ട് അവർ തിരിച്ചു പോകും. അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കൊടുത്തില്ല, എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് ഗേറ്റിന്റെ അടുത്ത് വന്ന് തട്ടും, അല്ലെങ്കിൽ വിളിക്കും. അവർക്ക് ശബ്ദം ഇടും, അവിടെ ഓന്നൊരു ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാം അവരെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഇതാണ്.
അങ്ങനെയാണ് ഇവർ കുറേ കാലഘട്ടമായി. അത് ഇപ്പോഴെന്നല്ല എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ തൊഴുവാൻ പറഞ്ഞ തൊഴുവും സ്നേഹിക്കും. നല്ല ഇതാണ് ഒന്നല്ലേ എല്ലാം കഴിഞ്ഞ അവർ ഉറക്കമായി. എന്താ നല്ല ഒരു ഇതുള്ള ഒരു വർഗമാണ്. ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട്. ആ വഴിക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് ഐശ്വര്യങ്ങളുമാണ് അവരുടെ. എന്താ പറയാ, പറഞ്ഞാലൊന്നും തീരില്ല. എന്താണ് 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 പറ പൊന്മല എന്തെങ്കിലും പറ. എന്താണ് പറ. ഞാൻ പിന്നെ പൊന്മല എന്ന് പേരിട്ടു കേട്ടോ. എന്താ പേര്? പൊന്മല. പൊന്മല. ഇല്ലേ, പൊന്മല ഇവിടെ ഇതിന്റെ ഒരു ലീഡറാണ്. ഇവർ എത്ര പേരുണ്ട്? ഇവര് ഇവിടെ ഏകദേശം 89 പേരുണ്ട്. 89 പേരുണ്ട്. ഇതിനൊക്കെ പല മേഖലകളിലുണ്ട് കുറച്ച് ആൾക്കാർ. ഞാൻ രാവിലെ ഇവിടുന്ന് പോകുമ്പോഴാണ് ഇങ്ങനെ കൊടുത്തിട്ട് പോവാ. പൊന്മല പേരിട്ടേക്കാ. പണ്ട് പിന്നെ പഞ്ചായത്ത് ഈ പട്ടിയമ്പലത്തക്കാർ കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഇവരെ കൊണ്ടുപോയിട്ട് അതുപോലെ ഇവിടെ കൊണ്ടുപോകണം കേട്ടോ. ആണോ? അങ്ങനെ കൊണ്ടുവന്ന് വിട്ടേ നമ്മൾ. ഇവരെ സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട്. വർത്തനൊക്കെ പറയും. എന്തോ അവര് പറയുന്നത്? ഇവര് പറയുന്നത് എവിടെയായിരുന്നു, എന്താണ്, എനിക്ക് ഭക്ഷണമൊക്കെ താ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുക. അതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്താ വേണ്ടത്? ഇല്ലടാ പൊന്മല് ഇങ്ങോട്ട് വാ, അടുത്ത് വാ. അവൻ ചോദ്യം ചെയ്യില്ല, ഞാൻ നോക്കാം. കൊറോണ സമയത്ത് എല്ലാവരും ആ കൊറോണ കാലഘട്ടങ്ങൾ മറന്നു. ഇന്ന് ജീവിതത്തിൻ്റെ സ്പീഡിലാണ്. പക്ഷേ ആ വിഷമത്തിൻ്റെ വേദന ഇന്നും മനസ്സിലാക്കി നടക്കുന്ന മിണ്ടാപ്രാണികളാണ്. അവർ ഒരിക്കലും മറക്കില്ല ആ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകർക്ക് വീണ്ടും ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. മറക്കണ്ട. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ക്യാമറമാൻ സുമാറിനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം. സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.